ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഗെയിമിംഗ് വീഡിയോ. അതിലിപ്പോൾ കുറേ നാളായിട്ട് നമ്മളൊന്നും വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഷോർട്സിൽ മാത്രം നമ്മൾ ഇപ്പോൾ ഇടാറില്ലായിരുന്നു. പിന്നെ കുറേ നാളത്തെ വീഡിയോയിൽ ക്രിസ്ത്യൻ കാണാറില്ലായിരുന്നു അച്ചാച്ചന്. എന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗെയിമിംഗ് വീഡിയോയിൽ അച്ചാച്ചൻ വന്നിട്ടുണ്ട്. അന്നേരം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ടൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ 86 സബ്സ്ക്രൈബേഴ്സായി. ഇത്ര സന്തോഷം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ സപ്പോർട്ട് എല്ലാവരും ചെയ്യാൻ. നിങ്ങൾക്ക് ഇനി ഓണത്തിൻ്റെ ലീവൊക്കെ തുടങ്ങിയതാണ്. അന്നേരം ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അതാ, നേരെ വീഡിയോ ആണെന്നെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോ ഇടുക. നമ്മുടെ ഗെയിം മെനുവിൽ വന്നിട്ടുണ്ട്. നമ്മളിന്ന് വെബ് ക്യാം ഇട്ട് കളിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ് ക്യാം ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഗാണ് ഗെയിം. അന്നേരം ഗെയിം ലാഗായി കഴിഞ്ഞാൽ കളിക്കാനൊന്നും ഒരു രസമില്ല. അന്നേരം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കാർ റേസ് ആണ്. നമ്മളന്നേരം ഈ ഗെയിം നേരത്തെ കളിച്ചിട്ടുണ്ട്. അന്നേരം നമ്മുടെ ഈ ഗെയിമിലെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ആണ്. അന്നേരം നമുക്ക് നേരെ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ഒരു GTA റാപ്പ് എടുക്കാം. അതായത് നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൈലൈൻ GTA നിന്ന് നമുക്ക് ഏത് വില കൊടുത്ത് വേണേലും മേടിക്കണം. ഇപ്പം നിങ്ങൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 36,000 ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ വില 44,000 ആണ്. അന്നേരം നമുക്ക് എങ്ങനെയെങ്കിലും അത് സെറ്റാക്കണം. അന്നേരം നമുക്ക് നേരെ ഗെയിം കളിക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഇവിടെ നിങ്ങൾക്ക് കുറേ മിഷൻസ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങളെ കാണിക്കാം ഞാൻ. ഗെറ്റ് 35 കോയിൻസ് ഓർ ബോട്ട്സ്. നമുക്ക് 35 കോയിനോ അല്ലെങ്കിൽ 35 ബോർഡോ എടുക്കണം. ഇല്ലെങ്കിൽ കംപ്ലീറ്റ് വീക്കിലി മിഷൻ 4 എണ്ണം കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. പിന്നെ 7 മാച്ച് എക്സ്ട്രീം ഫസ്റ്റ് നമ്മൾ ചെയ്യണം. അതായത് ഫസ്റ്റ് നമുക്ക് 100 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്ക് കോയിൻസും എടുക്കാം. നമുക്ക് പോവാം. GTA ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ലെവൽ 17 ആണ്. അതിൻ്റെ പ്രശ്നമില്ല. ഇവിടെ കോയിൻസ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. കുറേ കോയിൻസ് ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഈ ഉദ്ദേശിക്കുന്ന ബോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സാധനമാണ്. അങ്ങനെ നമുക്കിത് ഇവിടെ XP കിട്ടും. 50 XP ഇട്ടിട്ടുണ്ട്. ഇനി ഓരോ കോയിൻസ് കൊടുക്കണം. 100 കിലോമീറ്റർ ഇവിടെ മാപ്പിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ എത്ര കോയിൻസ് എവിടെയാണൊക്കെ. എക്സ്ട്രീമേലിൻ്റെ മനസ്സിലുണ്ട്. അവിടെ കുറേ ഇഷ്ടം പോലെ കോയിൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ GTA ചുമ്മാ അല്ലല്ലോ. അന്നേരം നമുക്കൊരു നല്ല ഡ്രിഫ്റ്റും കൂടെ ചെയ്യാം. സൂപ്പർ ഡ്രിഫ്റ്റ് നമ്മൾ GTA ചെയ്യും. അതായത് ഞാൻ ഇപ്പോൾ അച്ചാച്ചൻ്റെയിലാണ് കൊടുത്തിരിക്കുന്നത്. അച്ചാച്ചൻ വണ്ടി ഓടിച്ച് നമ്മളെ എക്സ്ട്രീം ഐലൻഡിലോട്ട് പോകും. എക്സ്ട്രീം ഐലൻഡിൽ ഇവിടെ നമ്മൾ കുറേ വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കുറേ കോയിൻസ് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഈ കനാലിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കോയിൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ കുറേ ഗോൾഡൻ കോയിൻസ് ഇരിപ്പുണ്ട്. അതെല്ലാം നമുക്ക് എടുക്കാം. അന്നേരം നമ്മളിവിടെ ഒരു XP മുകളിൽ കിടക്കുന്നുണ്ട്. അത് എടുക്കാൻ പോവാണ്. നമ്മൾ ചാടി ചാടി എത്തിയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങളെ കാണിക്കാം. കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയും കാണിക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഒരു വലിയൊരു വയലറ്റ് ബോർഡ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ആ സാധനം എങ്ങനെയും ഹിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വണ്ടി പറപ്പിക്കാൻ പോവാണ്. നേരെ അവിടെ ചെന്ന് ഹിറ്റ് ചെയ്യണം. നമ്മളത് എടുത്തിട്ട് 200 XP ഇട്ടിട്ടുണ്ട്. ഈ XP ഇട്ടിയാലേ നമുക്ക് ലെവലപ്പ് ആവത്തുള്ളൂ. നമുക്ക് ഇനിയും കോയിൻസ് നോക്കണം. ഈ കനാലിലോട്ട് പോവാ. ഈ കനാലിൽ കുറേ കോയിൻസ് കിട്ടാറുണ്ട്. ഇവിടെ കുറേ കോയിൻസ് ഉണ്ട്. നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കളക്ട് ചെയ്യാം.
എന്നിട്ട് ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒരു കോയിൻ ഇരിപ്പുണ്ട്. ആ കോയിനും കൂടെ എടുക്കാം. ഇവിടെ ഒരു കോയിൻ ഇരിപ്പുണ്ട്, ആ കോയിൻ എടുക്കാം. പിന്നെ ഫ്രണ്ടിലും കുറെ കോയിൻസ് ഉണ്ട്, അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അവിടെയും കോയിൻസ് ഉണ്ട്. അച്ചാച്ചനാണ് ഓടിക്കുന്നത്. ഫ്രണ്ടിലും വേറെ കോയിൻസ് കാണുന്നുണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ റിവാർഡ് വന്നിട്ടുണ്ട്. 50 ഡയമണ്ട്സും നിങ്ങൾക്ക് 50 ഡയമണ്ട്സും പിന്നെ 20 XP. നമുക്ക് ഇനി ഇവിടെ ഈ 1050 XP കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 75 ഡയമണ്ട് കിട്ടും. അന്നേരം നമുക്കിത് ക്ലെയിം ചെയ്യാം. അന്നേരം നമുക്ക് വണ്ടി വാങ്ങാനുള്ള പൈസ കിട്ടിയിട്ടുണ്ട്. നമുക്കന്നേരം ഇനി ഇച്ചിരിയുടെ പൈസ വേണം. അന്നേരം നമുക്ക് ഇനിയും ഗ്രൈൻഡ് ചെയ്യാം. അന്നേരം നമുക്കിനി ഇവിടെ കുറേ കോയിൻസ് ഉണ്ട്. ഈ കോയിൻസ് എല്ലാം കളക്ട് ചെയ്യാം. ഇവിടെ കിട്ടി. ഫ്രണ്ടിലൊരു കോയിനുണ്ട്. ഇവിടെ ഒരു കോയിനുണ്ട്. വണ്ടി ചാടിക്കും. വെള്ളത്തിൻ്റെ നടുക്കാണ്. വെള്ളത്തിൻ്റെ നടുക്ക് നമുക്ക് വേറൊരു ടൈം. ഈ ഓരോ കോയിനും നമുക്ക് 300 രൂപയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ രാത്രി ആയിട്ടുണ്ട്. രാത്രി വരെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് മലയിലോട്ട് പോകും. ഈ മലയുടെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ കുറേ XP ഒക്കെ. അവിടെ ഒരു XP ഇവിടെ നമുക്ക് ഫുൾ XP ഇട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഐലൻഡ് കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ മെയിൻ സിറ്റിയാണ് സാധാരണ ഒരെണ്ണം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. മണ്ടയ്ക്കൊരു XP ഉണ്ട്. അതിനി എടുക്കാൻ പാടാണ്. എത്തിയിട്ടുണ്ട്. ആ ലൊക്കേഷനിൽ നമുക്ക് സ്പീഡിൽ കയറാൻ. ഫ്രണ്ട്സ് അന്നേരം നമ്മൾ അങ്ങനെ അല്ലായിരുന്നു സത്യത്തിൽ ചെയ്യണ്ടേ. ഇവിടെ റാമ്പുണ്ട്. ഈ റാമ്പിന് ചാടണം. അന്നേരം നമുക്ക് നേരെ ചാടാം. ഉറപ്പൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പറ്റിയില്ല. ഫ്രണ്ട്സ് അന്നേരം നമുക്കൊരു XP കിട്ടി. ഞങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയതൊരു പെട്ടെന്ന് അത് കിട്ടി. അന്നേരം നമുക്ക് അങ്ങനെ ഒരു XP കിട്ടിയിട്ടുണ്ട്, 100 XP. ഫ്രണ്ട്സ് അന്നേരം നമുക്ക് വേറൊരു ഈ റാമ്പ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടൊരു ഇതെടുക്കണം, ഒരു XP. ഫസ്റ്റ് നമുക്ക് കറക്റ്റ് മീറ്ററിൽ ഇങ്ങനെ പോവാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കറങ്ങി ഒരു റാമ്പും കൂടെ ചാടണം. അതും കിട്ടിയിട്ടുണ്ട്. എത്ര XP കിട്ടും? 200 XP ആണ് നമുക്ക് കിട്ടിയത്. അന്നേരം നമുക്ക് ഇനി അടുത്ത എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. ഞങ്ങൾ വണ്ടി ആ ബിൽഡിങ്ങിന് ചാടിച്ചതേ കണ്ണിങ്ങോട്ട് തിരിച്ചു നോക്കിയപ്പോൾ അതേ വേറൊരു XP ഇവിടെ ഇരിക്കുന്നു. എന്നാൽ ഞങ്ങൾ പറഞ്ഞത് കൂട്ടാൻ ഇവിടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അധികം. അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ XPസും ഗോൾഡ്സും. നേരത്തെ നമ്മുടെ ഇവിടെ വേറൊരു XP ഇരിപ്പുണ്ട്, അതുകൂടെ നമുക്ക് എടുക്കാം. ഈ XP എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ വേറൊരു XP ഉണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് XP നമുക്ക് നന്നായിട്ട് നമുക്ക് ലെവലപ്പ് ആയിട്ടുണ്ട്. നമ്മളിതേ ഇവിടെ ലെവലപ്പ് ആയിട്ടുണ്ട്. 17 എന്നുള്ള നമ്മൾ 18 നമ്മളായിട്ടുണ്ട്. നമുക്കിനി 75 ഡയമണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അന്നേരം നമ്മൾ ഇത്ര ഇപ്പം നമുക്ക് മുഴുവൻ 645 ഡയമണ്ട് ആയിട്ടുണ്ട്. നമ്മുടെ എൻ്റെ 40,000 രൂപ ഉണ്ട്. ഇനി 4,000 രൂപയോടെ വേണം. കാരണം നമുക്ക് അവിടെ ഒരു XP ബോർഡാണ്. അവിടെ ഒരു XP ബോർഡുണ്ട്, അതുകൂടെ നമുക്ക് എടുക്കാം. അത് അച്ചാച്ചനെ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു XP ബോർഡ് ഇരിക്കുന്നുണ്ട്. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് XP ബോർഡ് ഇരിക്കുന്നുണ്ട്. അടുത്ത XP ബോർഡ് കിട്ടുന്നതിന് നമുക്ക് നേരെ കാണാം. ഇവിടെ ഒരു ഗോൾഡ് കോയിൻ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഗോൾഡ് കോയിൻ ഉണ്ട്. ഇഷ്ടംപോലെ ഗോൾഡ് കോയിൻ ഇവിടെ ഉണ്ട്. വേറൊരു ഗോൾഡ് കോയിൻ അവിടെ ഉണ്ട്. നമ്മൾ വണ്ടി ചാടിച്ചിട്ടുണ്ട്.
നമ്മളിത് ഇവിടെ ഒരു മല കയറാൻ പോവാണ്. ഇവിടെ കുറെ XP ഉണ്ട്. പതിയെ ഓഫ് റോഡ് വഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. കോയിൻ കിട്ടിയിട്ടുണ്ട്. GTR വഴിയാണ് പോകുന്നത്. ഇവിടെ പതിയെ പോകുന്നത് സ്പീഡ് പോയി ചെറിയ ബോർഡറാണ്. ഒന്ന് തെറ്റിയാൽ പോകും. ഹെലികോപ്റ്റർ ഒക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കൊരു കോയിനോട് കിട്ടിയിട്ടുണ്ട്. ആ കോയിനോട് പിന്നെ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കുള്ള വണ്ടി കയറ്റാൻ പറ്റും. അന്നേരം അതിനെ നമുക്ക് ചെയ്ത് നോക്കാം. വണ്ടിയിലൂടെ വന്നു അതുകൊണ്ട് നല്ല വൈബ് ഒക്കെ വേറൊരു XP കൂടെ ഉണ്ട്. ഇന്ന് നമുക്ക് വേറൊരു 100 XP കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. നമുക്കൊന്നൊരു ഈ ഹെലികോപ്റ്ററിനെ പറപ്പിക്കാം. ഈ ഹെലികോപ്റ്റർ പറക്കുന്നില്ല. നമുക്ക് ഗോൾഡൻ കോയിൻ എടുക്കാൻ സമയം കൂടെയുണ്ട്. ഹെലികോപ്റ്ററിൽ പോയിട്ടുണ്ട് താഴോട്ട്. നമ്മളും ഹെലികോപ്റ്ററിന് കൂടെ തന്നെ പോവാണ്. ഹെലികോപ്റ്റർ എനിക്ക് മായാജാലമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒറ്റ ചാട്ടം ചാടാ. തീരല്ലേ. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെയോ ഗട്ടർ കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിന്ന് ഡ്രിഫ്റ്റ് അടിക്കാം. ഈ ഗെയിമിന് നല്ല ഗ്രാഫിക്സ് ഉണ്ടോ? ഇങ്ങനെ രാത്രി എന്താണെന്ന് വെച്ചാൽ സൂപ്പർ ഗ്രാഫിക്സ് ആണ്. ഇപ്പോൾ ആ സന്തോഷത്തിന് നമുക്ക് സൂപ്പറായിട്ട് ഡ്രിഫ്റ്റ് അടിക്കാം. ബീച്ചിൽ പോവാം. അങ്ങനെ കുറേ കൂടുതലുണ്ട്. നമ്മൾ സൂപ്പർ ബീച്ച് എടുത്തിരുന്നു. ബീച്ചിൽ ഫുള്ളും മണ്ണും കൂടിയൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. അന്നേരം നമ്മൾ കുറേ കളിച്ചിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് 45,000 രൂപ കിട്ടിയിട്ടുണ്ട്. അന്നേരം നമുക്കിനി നേരെ ചെല്ലാം. ഗ്യാരേജിൽ പോവാം. നമ്മുടെ സ്കൈലൈൻ GTR എവിടെ? സ്കൈലൈൻ GTR. നമ്മുടെ സ്കൈലൈൻ GTR നമുക്ക് മേടിക്കാം. നമ്മുടെ സ്കൈലൈൻ GTR നമ്മുടെ GTR ഉണ്ട്. സ്കൈലൈൻ GTR ഇപ്പോൾ ആയിട്ടുണ്ട് നീല. നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ട. ഫസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാം. നമ്മൾ ആദ്യമായിട്ട് വണ്ടി അടിച്ചു വിടാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് വണ്ടിയുടെ റാപ്പ് അടിക്കാം. വണ്ടി പറക്കുകയാണ്. നമുക്ക് എന്താണേലും ഈ പുതിയ വണ്ടി കിട്ടുക. എന്താണെങ്കിലും ഡ്രിഫ്റ്റ് അടിക്കാതെ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഇടിയാണ് ഒരു ഡ്രിഫ്റ്റ് അടിക്കുക. ക്രിസ്റ്റി ഇവിടെ ഡോണറ്റ് അടിക്കാൻ പോവാണ്. അച്ചാച്ചൻ പറ്റുന്നില്ല. പക്ഷെ നേരത്തെ നന്നായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമ്മൾ റെക്കോർഡിങ് ഓൺ ആക്കാറില്ല. ഇവന് എപ്പോഴെപ്പോഴും റെക്കോർഡിങ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ബോറടിക്കും. അത് ആവുന്നുണ്ട്. ആവുന്നുണ്ട്. ഇച്ചിരി ആവുന്നുണ്ട്. നമ്മുടെ ഡെയിലി മിഷൻ ആദ്യം നോക്കട്ടെ. വീക്കിലിക്കകത്ത് ഇനി 100 കിലോമീറ്ററും പോകണം. നമുക്ക് എന്തായാലും പുതിയ വണ്ടി കിട്ടിയാൽ ഡ്രിഫ്റ്റ് ഒക്കെ അടിച്ച് 100 കിലോമീറ്റർ നമുക്ക് പോവാം. നമുക്ക് ഡ്രിഫ്റ്റ് അടി നമുക്ക് 100 കിലോമീറ്റർ തീർക്കാം. അന്നേരം ഇന്നെന്താണെങ്കിലും നമുക്ക് 100 കിലോമീറ്റർ എടുക്കാൻ പറ്റിയില്ല. അന്നേരം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ അന്നേരം നമുക്ക് നേരെ ഔട്ട്രോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഗെയിം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഒരു പുതിയ സ്കൈലൈൻ GTR എടുത്ത്. ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ ഔട്ട്രോ ചെയ്യാം. അന്നേരം എല്ലാവർക്കും ബൈ.